ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള വെറ്ററനായിട്ടുള്ള പിണറായി വിജയനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ ചർച്ചകളും ചാനലുകളും മീഡിയകളും എല്ലാം പോകുന്നത്. അത് തന്നെ ഒരു അത്ഭുതമാണ്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ചകൾ തിരിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അവസാനമായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, പിണറായി വിജയനെ അങ്ങനെ ഒഴിയാനായിട്ട് എന്തായാലും PB പറയുന്നതിനൊരു സാധ്യതയില്ല. പക്ഷേ സ്വയം ഒഴിഞ്ഞു പോകാനുള്ള ഒരവസരം കൊടുക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരുപക്ഷെ MA ബേബിയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൃന്ദ കാരാട്ടോ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടോ തുടങ്ങിയ ആരെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലുള്ള വളരെ സീനിയറായിട്ട് ആളെങ്കിലും ചിലപ്പോൾ സഖാവിനെ ഉപദേശിച്ചേക്കാം. സഖാവെ ഇത് മതിയാക്കരുതോ, സഖാവ് മാറരുതോ എന്ന് ഉപദേശിച്ചേക്കാം. ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രതിപക്ഷ സ്ഥാനം കൂടി കൊടുത്തേക്കാം. എന്തായാലും പക്ഷേ ശക്തമായ ഒരു മാറ്റം വേണം എന്നുള്ള ചിന്ത ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ രൂപപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് പിണറായി വിജയനെതിരെയും KK രാഗേഷിനെതിരെയും MV ഗോവിന്ദൻ മാഷിനെതിരെയും അതിശക്തമായ ഉരുക്ക് കോട്ടയെന്ന ചുവപ്പ് കോട്ടയായിരുന്ന ഒരു വാക്കിന് മറുവാക്കില്ലാത്ത പാർട്ടി പറയുന്നതെല്ലാം പാർട്ടി ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന, നേരം വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നേരം വെളുത്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന, പച്ചയെ വെള്ളയാണെന്ന് പറഞ്ഞാൽ ചുവപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന, പച്ചവെള്ളം ചൂടുവെള്ളമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന, എന്താണോ പറയുന്നത് പാർട്ടി ഈസ് ദ ലാസ്റ്റ് വേർഡ്, പാർട്ടി പറയും എന്ന് തീരുമാനിക്കുന്ന, കല്യാണം നടക്കണമെങ്കിൽ പാർട്ടി പറയും, മരണത്തിന് ചടങ്ങ് നടത്തണമെങ്കിൽ പാർട്ടി പറയും, എല്ലാം പാർട്ടി പറയുമെന്ന് പറയുന്ന പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ്. ഒരു തീരുമാനവും ആളുകൾക്കില്ല, എല്ലാം പാർട്ടിയാണ്. അങ്ങനെ പറയുന്ന ചുവപ്പ് കോട്ടയിൽ വലിയ വിള്ളലാണ് വീണിരിക്കുന്നത്. അത് ചെറിയ വിള്ളലല്ല. അത് MV ഗോവിന്ദൻ ഗോവിന്ദൻ മാഷിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നമാണുള്ളത്. അവിടെ തളിപ്പറമ്പിലും പയ്യന്നൂരിൽ ജയിച്ചിട്ടുള്ള 2 CPM വിമതന്മാർ ഒരുക്കിയ കെണികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മാത്രമല്ല, പാർട്ടിക്കകത്ത് അതിശക്തമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പല സീനിയർ നേതാക്കളും, ശ്രീമതി ടീച്ചറും KK ശൈലജയും EP ജയരാജനും P ജയരാജനും MV ജയരാജനും അടക്കമുള്ള ടീമുകൾ പല രൂപത്തിൽ നിന്ന് പല ചേരികളിൽ നിന്നാണ് അഭിപ്രായം പറയുന്നത്. ഒരു കാരണവശാലും അത് കേട്ടിട്ടുള്ളതല്ല, ചിരപരിചിതമല്ല. സാധാരണ അണികൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ നേതാക്കൾ തിരുത്തും, നേതാക്കൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ അണികൾ അതിനകത്ത് ഇടപെട്ട് തിരുത്തും മീൻസ് അണികൾ അതിനകത്ത് ഒന്ന് മിണ്ടാതിരിക്കാനൊക്കെ പറയും. പക്ഷേ ഇവിടെ നേതാക്കളും ചേരിതിരിഞ്ഞ് അഭിപ്രായം പറയുന്നു. അണികളും താഴേക്ക് ബ്രാഞ്ച് കമ്മിറ്റി ഉള്ളവർ വരെ കൂടുന്ന യോഗങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഗോവിന്ദൻ മാഷിനെതിരെയും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷിനെതിരെയും പിണറായിക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മാറ്റാനുള്ള എല്ലാ ശ്രമവും, സ്വയം മാറാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ED വേട്ടയാടി പോളിറ്റ് ബ്യൂറോയിൽ വരെ എത്തുന്ന സ്ഥിതി. പിണറായിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, AKG സെൻറ്ററിൽ പോകാൻ പരിപാടി ഇടുന്നു. അവർ സകലമാന സന്നാഹവും ഒരുക്കി ED വീണ ജോർജിനെ പൂട്ടാനുള്ള എല്ലാ സംവിധാനവും എക്സാലോജിക് വഴിയുടെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വത്ത് മരവിപ്പിക്കുന്നു, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പല രൂപത്തിൽ അവരെ ഉപദ്രവിക്കുക മീൻസ് അവരെ ട്രാപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ED സക്സസ് ആകുന്നു. കാരണം പലവട്ടം അവരെ ചോദ്യം ചെയ്തു. ഇനി റിയാസിനെ ചോദ്യം ചെയ്തു. ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യുമോ എന്നൊരു ചോദ്യവും കൂടി ഉണ്ട്. അങ്ങനെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പാർട്ടി അതും കുറച്ച് നീട്ടി കാണുന്നുണ്ട്. കാരണം ED ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ, കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കരിമണൽ കർത്തയ്ക്ക് കൃത്യമായ സഹായം വീണ വിജയൻ വഴി, തെക്കണ്ടിയിൽ വീണ വഴി കിട്ടി എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. മാത്യു കുഴൽനാടൻ MLA പോലുള്ള വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ പുറത്തു വച്ചിരിക്കുന്ന ആക്ഷേപം ചെറുതല്ല. അതായത് 2 കോടി രൂപയ്ക്ക് വരുന്ന തുക, 2 കോടി വരെ വരുന്ന രൂപ അല്ലെങ്കിൽ തുക പണം എക്സാലോജിക് കമ്പനിക്ക്, കരിമണൽ കർത്ത കമ്പനി കൊടുക്കണമെങ്കിൽ അതൊരു ചെറിയ ബാംഗ്ലൂരുള്ള ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനി, ആ കമ്പനി നിർത്തുക തന്നെ ചെയ്ത ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക്
പ്രതിമാസം 13 ലക്ഷം രൂപ വെച്ച് കണക്കാക്കി 2 കോടി രൂപ വരെ കൊടുക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കൊടുത്തെന്നും അങ്ങനെ കൊടുത്തതിന് പരോപകാരമായി കർത്താക്കി ഒരുപാട് ഇളവുകളും കാര്യങ്ങളും സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ ടേക്ക്. അപ്പോൾ അത് ചെറിയ ടേക്കല്ല, ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. EDയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതും പിണറായി വിജയനിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി പറയാതെ ആവശ്യപ്പെടാതെ സ്വയം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അത് പറയാതെ പറയുകയാണ്. കമ്മിറ്റി തീരുമാനമൊന്നുമില്ല. പക്ഷേ പിണറായി വിജയനോട് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. സഖാവ് സ്വയം ഒഴിയണം. പക്ഷേ അതിനുള്ള സാധ്യതയുണ്ടോ നമുക്കറിയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രിവിലേജും സംരക്ഷണവും പ്രൊട്ടക്ഷനും അത് മാറി ഒരു MLA മാത്രമായാൽ കിട്ടുമോ? വാഹനം കിട്ടുന്നതുൾപ്പെടെ, കണ്ടോൺമെൻറ്റ് ഹൗസ് കിട്ടുന്നതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. താമസ സൗകര്യം കിട്ടുന്നതുൾപ്പെടെ വളരെ വലിയ പിന്നെ ഈ ഇമ്മ്യൂണിറ്റി, പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നൊരു ഇമ്മ്യൂണിറ്റി MLAക്ക് കിട്ടില്ല. നാളെ ഏത് കാര്യത്തിനും ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഏത് കാര്യമെടുത്താലും പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നൊരു ഇമ്മ്യൂണിറ്റി ഒരു കാരണവശാലും ഒരു MLAക്ക് കിട്ടില്ല. പിന്നെ സാമ്പത്തിക മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അധികാരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ഇത്രമാത്രം വിവാദങ്ങൾ, ഈ തർക്കത്തിനിടയിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ആള് പിണറായി വിജയനാണ്. ഏതു പ്രതിസന്ധിയിലും പെരുമ്പാമ്പാവും എന്നുള്ളതാണ് പിണറായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രതിസന്ധിയിൽ പെരുമ്പാമ്പാമ്പുന്ന, പ്രതിസന്ധികളിൽ തളരാതെ തീച്ചൂളകളിലൂടെ നടന്ന്, പേനാക്കത്തുകളുടെ ഇടയ്ക്കൂടെ നടന്ന്, കൊടുവാളുകളുടെ ഇടയിലൂടെ നടന്ന്, ബോംബുകൾക്കിടയിലൂടെ നടന്ന്, കൊലപാതകങ്ങൾക്കിടയിലൂടെ നടന്ന്, ഒരുപാട് ആക്രമണങ്ങൾക്കിടയിലൂടെ നടന്ന്, ചോരച്ചാലുകൾ നീന്തിക്കയറി എന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. SFIയുടെയും DYFIയുടെയൊക്കെ മുദ്രാവാക്യം. ചോരച്ചാലുകൾ നീന്തിക്കയറിയ, ശരിക്കും ചോരച്ചാൽ നീന്തിക്കയറിയ അത്ഭുത സിംഹം തന്നെയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇത് ചെറിയ നെത്തോലി, ചെറിയ മീനല്ല എന്ന് പറയുന്നത്. ഇതൊരു നെത്തോലിയുമല്ല, ചെറിയ മീനുമല്ല. ഇത് ഇമ്മിണി വലിയ വിജയനാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ വിജയൻ എന്നാണ്. വിജയിക്കാൻ വന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് അവസാനത്തെ ബാള് പാർട്ടി ഇട്ടിരിക്കുന്നത്. സ്വയം തീരുമാനിക്കുക. അങ്ങനെ സ്വയംഭുവായി പിണറായി വിജയൻ തീരുമാനിച്ച് വന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ പാർട്ടി ഒരിക്കലും അതിനുവേണ്ടി ഒരു സമ്മർദ്ദപ്പെടുത്തി മാറ്റി എന്നൊരു പേര് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അങ്ങനെ മാറ്റിയാൽ, പിണറായിക്ക് മുറിവേറ്റുകൊണ്ട് പിണറായി മാറിയാൽ ഒരുപാട് തലകൾ ഉരുളും, ഒരുപാട് പേർക്ക് മുറിവേൽക്കും. അതും പാർട്ടിക്ക് വളരെ കൃത്യമായി അറിയാം.